ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പല സംഭവങ്ങൾ പ്രത്യേകിച്ചും കേന്ദ്ര വിരുദ്ധമായ പല കാര്യങ്ങളിലും ഒരുമിച്ച് നിന്ന് പ്രമേയം പാസ്സാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു തീർച്ചയായിട്ടും അങ്ങനെ ഒരുമിച്ച് നിന്ന് പാസ്സാക്കുന്ന സാഹചര്യം ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ BJP പ്രതിനിധികളോട് അവിടുത്തെ ഒരു ഇടപെടലും ഈ ഒരു സാഹചര്യത്തിൽ? അല്ല, BJP വളർന്നു വരുന്നു എന്നുള്ളത് വലിയ ആപത്താണെന്ന് രണ്ടു കൂട്ടരും കൂടി പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ അതേസമയത്ത് അവർക്കും അറിയാം അങ്ങനെ പ്രസംഗിച്ചത് കൊണ്ട് BJP ഇല്ലാതാവില്ല എന്ന്. അപ്പോൾ അവർ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ നിയമസഭയിൽ വരും കാലങ്ങളിൽ വ്യക്തമാകുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് പ്രതികരണം നമുക്കുണ്ടാവേണ്ടി വരും. ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായല്ലോ ഈ അടുത്ത സമയത്ത് ഒരു സ്കൂൾ സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട്. അതിനുശേഷം മുൻ മന്ത്രിയും മുൻ MLA യും ഒക്കെ വീണ്ടും ആ സ്കൂളിൽ പോവുകയും അവിടെ സ്കൂൾ സമയം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരികയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതൊക്കെ പ്രവേശനോത്സവത്തിൻ്റെ സമയത്ത് എല്ലാ ആ സ്കൂളിൽ നിന്ന് എനിക്ക് എന്നോട് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വാങ്ങി തന്ന മിഠായിയല്ല, ഞാൻ തന്നെ കൊണ്ടുപോയതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകില്ലല്ലോ. ആ കുട്ടികളോട് പ്രത്യേകിച്ച് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ ഞാൻ കൊണ്ടുപോയില്ല. അപ്പോൾ അന്നത്തെ തിരക്കിനിടയിൽ ഓരോരുത്തർക്കും കയ്യിൽ അവർക്ക് ഒരെണ്ണം മാത്രം എടുക്കാൻ കഴിയുന്ന സ്ഥിതിക്ക് പകരം കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുമിച്ച് കൊടുത്തു. അതാണ് ഉണ്ടായത്. അപ്പോൾ ഒരു ബെഞ്ചിൽ 3-4 കുട്ടികൾ ഇരിക്കുന്നു, അവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൊടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു അട്ടപ്പാടിയുമായി ബന്ധപ്പെട്ട്. എന്തായിരുന്നു ആ അനുഭവം? അട്ടപ്പാടിയിലെ? അതെ. അല്ല, അട്ടപ്പാടി ഞാൻ ഒരു അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനത്തെ നിരവധി കാര്യങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ 10-45 വർഷമായിട്ട് ഞാൻ കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ കാലം തൊട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കാലത്ത് ഒരുപക്ഷെ സാമുദായികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാത്ത ഒരു കാലം കൂടിയാണ്. പക്ഷേ ആ കാലത്താണ് വിദ്യാർത്ഥി പരിഷത്ത് ഡോക്ടർ അംബേദ്കറുടെ സ്മൃതി ദിനം സാമൂഹ്യ സമരസത്താ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനമെടുത്തത്. അത് 1980 കാര്യം പറയുന്നത്, 80-81 കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലൂടെ വളർന്നു വന്ന ഒരാളെന്നുള്ള നിലയിൽ ഇതുപോലെയുള്ള ഒരു സമീപനം, അല്ലെങ്കിൽ ഇവർ ആരോപിക്കപ്പെടുന്ന പോലെയുള്ള സമീപനം, അങ്ങനൊരു സമീപനമൊന്നും എൻ്റെ മനസ്സിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ CPM-നെ സംബന്ധിച്ചിടത്തോളം കഴക്കൂട്ടം മണ്ഡലം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് അവർക്ക് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്തൊരു കുറ്റമായിട്ടാണ് എൻ്റെ മുകളിൽ അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയൊക്കെ കരിവാരി തേക്കാൻ പറ്റും, അതിന് അവർ ഓരോ ദിവസം പുതിയ വഴികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇത് മുഴുവൻ. ഈ പാർലമെൻ്ററി പാർട്ടിയും ആ ഒരു ചുമതലകളിലുമൊക്കെ ഇരുന്ന ആളാണ്, കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. അപ്പോൾ കേരളവും കേന്ദ്രവുമായുള്ള ബന്ധത്തിൽ എന്തായിരിക്കും? അല്ല, കേരളവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തിൽ എന്നും കേരളത്തിന് കേന്ദ്രത്തിൻ്റെ എല്ലാ സഹായവും കിട്ടണം. കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് മോദി സർക്കാരിൻ്റെ പദ്ധതികൾ പ്രയോജനപ്പെടണം എന്നുള്ളത് തന്നെയാണ് എല്ലാ കാലത്തും നിലപാട്. പക്ഷെ അതിന് സംസ്ഥാന സർക്കാർ അതനുസരിച്ചിട്ട് നടത്തേണ്ട ഗൃഹപാഠം ചെയ്തുകൊണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് അവയൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അലംഭാവമോ താല്പര്യമില്ലായ്മയോ അല്ലെങ്കിൽ തയ്യാറെടുപ്പില്ലാത്തതോ ആണ് പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ കിട്ടുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ തരാത്തതല്ല, കേന്ദ്ര സർക്കാർ എല്ലാവർക്കും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അതിന് ചില മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കണം. ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ട് കേരളം തയ്യാറെടുപ്പ് നടത്തണം. അത് കേരളം പലപ്പോഴും ചെയ്യുന്നില്ല. അത് ചെയ്യാത്തത് കൊണ്ട് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന് അത് തരാൻ പറ്റാതെ പോകും. ഇതാണ് അതിലെ പ്രശ്നം.